വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് പുതിയൊരു എപ്പിസോഡുമായിട്ടാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാരെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇതാണ്ട് വില്ലേജസിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റെയ്ഡ് ഫോം ഉണ്ടാക്കാൻ നമ്മുടെ വില്ലേജസിന് കിട്ടിയിട്ടുണ്ട്. അമ്മമാരെങ്ങോട്ടാ പോണേ? നിങ്ങളെ ഞാൻ പൊരിക്കാൻ പോവാണ്, നിങ്ങൾ പോലെ വെയിറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അവന്മാരെ പറഞ്ഞേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ഒരു വില്ലേജും കൂടെ ഉണ്ട് കേട്ടോ അടുത്ത് തന്നെ. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സീഡ് എടുത്ത് സെറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് വില്ലേജും അടുത്ത് തന്നെ. അല്ലെങ്കിൽ അല്ലാണ്ടും റാൻഡമായിട്ട് ചിലപ്പോൾ വില്ലേജ് സ്പോണായി കിട്ടാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വില്ലേജിൽ നിന്ന് 100 ബ്ലോക്ക് വിട്ടിരിക്കണം കേട്ടോ ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫാം. ഓക്കെ, അപ്പോൾ ഗൈസ് 100 ബ്ലോക്ക് വിട്ടിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ വില്ലേജിലുള്ള എല്ലാ വില്ലേജസിനും തല്ലിക്കൊല്ലാൻ പോവാണ് ഗൈസ്. ഒന്നും നോക്കുന്നില്ല, ഒരു ദാക്ഷിണ്യം കാണിക്കുന്നില്ല. എന്നോട് ക്ഷമിക്കണം കുട്ടാ ഗൈസ്, ഞാൻ ഇവരെല്ലാം ഒതുക്കിയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഒരുത്തനെ പോലും ജീവനോടെ വെക്കാൻ പാടില്ല, എല്ലാത്തിനും കൊല്ലണം കേട്ടോ. ഒരു സോഡങ്ങ് എടുത്തേക്കാം, വൈബാക്കട്ടെ. ഒന്നും നോക്കണ്ട, നെതറായിട്ട് തന്നെ പിടിക്കാം. അയ്യോ, ഇതിനകത്തിപ്പോൾ ഓക്കെ വില്ലേജറിനെ സ്പോൺ ചെയ്യിപ്പിക്കുമ്പോഴല്ലേ, അതപ്പോൾ നോക്കാം നമുക്ക്. നിക്കട അവിടെ ചില്ല് ചെക്കന്മാരെ പോയാ കേസ്. അപ്പോൾ ഞാൻ എല്ലാ വില്ലേജറിനെ കൊന്നിട്ട് ജോബെല്ലാം പൊട്ടിച്ചിട്ട് വരാട്ടെ. ഗൈസ്, ബെഡും പൊട്ടിക്കണം, ഞാനതും പറയാൻ വിട്ടു. ബെഡ് എല്ലാം പൊട്ടിക്കണം. വില്ലേജേഴ്സ് ഇനി ജീവനോടെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അതാണ് നമ്മുടെ ലക്ഷ്യം. വില്ലേജേഴ്സുമാരെല്ലാം കൊല്ലണം നിങ്ങൾ. ഓക്കെ, ഞാൻ പിന്നെ ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ട് കൊല്ലണ്ടല്ലോ അവിടെ ഏത് ഗൈസ്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് അതാണ്ട് നമ്മൾ ഇതിൻ്റെ റൂഫ് മൊത്തം നമ്മളങ്ങ് പൊട്ടിച്ച് കളയാൻ പോട്ടെ. നമുക്കിനി ഈ റൂഫ് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് കളയണം. അത് മൊത്തം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ചെസ്റ്റ് നമ്മുടെ ഇവിടെ വരണം കേട്ടോ. ഈ ചെസ്റ്റ് നമുക്ക് ഇവിടെ വേണം. ലാസ്റ്റ് ഓഫ് ഫൈനൽ പൊട്ടിച്ചോളാം. ഞാൻ ചെസ്റ്റ് എടുത്തിട്ട് ഒരു പംകിൻ എടുക്കാം കേട്ടോ. പംകിനാണ് നമ്മുടെ ഡയറക്ഷൻ മൊത്തം പറഞ്ഞു തരുന്നത്. ഇതിന് 4 സ്പോൺ ഏരിയകളായിട്ടുള്ള ഗൈസ്. അപ്പോൾ ആ സ്പോൺ ഏരിയ കണ്ടെത്താനാണ് നമ്മൾ ഈ പംകിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പംകിൻ ഒന്നെടുത്തിട്ട് ഈ ബ്ലോക്ക് ഇത് ചെസ്റ്റിന് 1 2 3 യെസ് ഇതാണ്ട്. അയ്യോ, അവിടെയല്ല ടൈസ്, ഇവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ അതാണ്ട് ഇവിടെയാണ് ഡയറക്ഷൻ വരുന്നത്, ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഗൈസ് സ്പോണിങ് നടക്കുന്നത് കേട്ടോ. വില്ലേജസിൻ്റെ സ്പോണിങ് നടക്കുന്നത് ഇവിടെയായിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഇത് അത് തന്നെയാണോ എന്ന് സക്സസ് ആയോ എന്നറിയാൻ വേണ്ടി നമുക്കിനി പംകിൻ്റെ ആവശ്യമില്ല കേട്ടോ. സക്സസ് ആയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരു ഇതെടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. അതിന് ശേഷം ഇവിടെ പ്ലേസ് ചെയ്യുക, ഇവിടെയും പ്ലേസ് ചെയ്യുക. അയ്യോ, മാറി നിന്നിട്ട് ഇവിടെയും പ്ലേസ് ചെയ്യുക. അയ്യോ, ഇത്ര വലുപ്പം വേണ്ടേ. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യട്ടെ. ഇതിൻ്റെ സെൻറ്ററിൽ ഈ സെൻറ്ററിലായിരിക്കും ഇവന്മാർ സ്പോണാവാൻ പോകുന്നത് കേട്ടോ. ഈ സെൻറ്ററിലായിരിക്കും സ്പോണാകാൻ പോകുന്നത്. വർക്കാവുമോ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ശേഷം അവിടെ സ്പോണായി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. അതിന് ശേഷം നമ്മൾ കണ്ട് ഇവിടെയാണ് വില്ലേജസ് സ്പോണാവുക വില്ലേജസ്. അപ്പോൾ ജസ്റ്റിന്ന് 2 ബ്ലോക്ക് 1 2 എന്നിട്ട് താണ്ട് ഇവിടെ വെക്കണം. ഇവിടുന്ന് 30 ബ്ലോക്ക് അകത്തേക്ക് വരണം കേട്ടോ. 1 2 ലാഡർ എടുക്കുക. ലാഡർ എടുത്തിട്ട് 30 ബ്ലോക്ക് ആയിട്ട് അവിടെ വരെ തന്നെ ലാഡറും വെക്കുക കേട്ടോ. കാണിച്ചു തരാം ഗൈസ്. വില്ലേജസ് അവിടെ ബാക്കിയുള്ളതും കൂടെ സ്പോണാവും. ഞാൻ ഇവരെ ഒന്ന് തല്ലിക്കൊല്ലട്ടെ. അവരെ മൊത്തം ഞാൻ തല്ലിക്കൊന്നപ്പോൾ തന്നെ ഏതാണ്ട് ഇവിടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ഇനി ഇവരൊക്കെ ഒന്ന് തല്ലിക്കൊന്നേക്കാട്ടോ. നമ്മൾ ഏതാണ്ട് ഇവിടെ 1 2 3 4 ഓക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇവന്മാരാവശ്യമില്ല, ഇത് ഒന്ന് കൂട്ടിച്ച് കളയാം. അതിന് ശേഷം നമ്മൾ ഗ്ലാസ്
എടുക്കുക. ഗ്ലാസ് എടുത്ത് ഇതിനും കൂടെ കൂട്ടിച്ചളഞ്ഞേക്കാം. ഗ്ലാസ് എടുത്ത് ഇതിങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്തേക്കാം ടൈസ്. ഓക്കെ, അതും പ്ലേസ് ചെയ്തു. അങ്ങനെ പ്ലേസ് ചെയ്ത് 2 ബ്ലോക്ക് ഹൈറ്റിൽ പ്ലേസ് ചെയ്യാം ഫുള്ള്. അതിനുശേഷം നമുക്ക് നമ്മുടെ വാളെടുക്കാം, ബ്രിക്ക് വാളെടുക്കാം. അതിനുശേഷം അത് 2 ഇവിടെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സാൻഡ് ഒരു ഡേറ്റ് വേണോടാ. ഡേറ്റ് എടുക്കുക. ഡേറ്റ് താണ്ട ഇവിടെ ആയിട്ട് ഡേറ്റ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഡേറ്റ് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം താണ്ട ഇവിടെയും കൂടെ 2 പ്ലേസ് ചെയ്യണം കേട്ടോ. ഇവിടെയും കൂടെ 2 പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടർ ബക്കറ്റ് ഒഴിച്ചാൽ സെറ്റായി. ഓക്കെ, ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഗ്ലാസ് എടുക്കുക, ഇവിടെ പ്ലേസ് ചെയ്യുക, ഇവിടെയും പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സൈൻ ബോർഡ് എടുക്കുക. സൈൻ ബോർഡ് എടുക്കുക. സൈൻ ബോർഡ് എടുത്തിട്ട് ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യുക. സോറി, ഇവിടെ അല്ല ടൈസ്, ഇവിടെ പ്ലേസ് ചെയ്യുക. അതുപോലെ ഇവിടെയും പ്ലേസ് ചെയ്യുക. അതുപോലെ ഇവിടെയും പ്ലേസ് ചെയ്യുക. ഇവിടെയും പ്ലേസ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഗ്ലാസ് ബ്ലോക്ക് എടുക്കുക വീണ്ടും. അതിന് ശേഷം ഓക്കെ, വേണ്ട ഇതേപോലെ പ്ലേസ് ചെയ്യാം ടൈസ്. ഓക്കെ, ഇതേപോലെ പ്ലേസ് ചെയ്ത് ഓക്കെ പ്ലേസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വേണ്ട ഇവിടെ ഇങ്ങനെയും കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പ്ലേസ് ചെയ്യുക. ഇതും പൊട്ടിച്ചേക്കാം, ഇതും പൊട്ടിച്ചേക്കാം. ഇവിടെ ഏരിയ ഉണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് നമ്മളൊരു 28 ബ്ലോക്ക് ഹൈറ്റിൽ വെക്കണം ടൈസ്. ഇതാണ്ടോ വില്ലേജസ് ഇവിടെ സ്പോണായി കഴിഞ്ഞ് ഇങ്ങനെ ഒഴുകി ഇതാണ്ട് ഈ ഡേറ്റിൽ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊരു 28 ബ്ലോക്കോളം നമ്മളാക്കണം. അപ്പോൾ 1 2 3 ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി അത് 28 ബ്ലോക്ക് ഹൈറ്റിൽ നമ്മൾ ചെയ്യണം ടൈസ്. ഓക്കെ, അവരെ തല്ലിക്കൊന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേലേന്ന് വാട്ടർ ഒഴിക്കണം ഗൈസ്. ഞാനത് വിട്ടു. ഓക്കെ, മേലെ വരിക. വാട്ടർ ബക്കറ്റ് 2 ബക്കറ്റ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ താഴോട്ട് പോവുക. ഇവന്മാർ പോയില്ലേ? പോയി ചാവടാ. ഓക്കെ, വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ എടുക്കേണ്ടത് നമ്മുടെ കെൽപ്പാണ്. കെൽപ്പ് എടുത്തിട്ട് ഫുള്ള് അങ്ങ് വെച്ച് മേലെ വരെ വെക്കണം കേട്ടോ. ഇവരെ സോൾസാൻഡ് വെക്കുക. അതിൽ ഇവിടെയും മാറ്റി ഇവിടെയും സോൾസാൻഡ് വെക്കുക ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇത് വാട്ടറിൻ്റെ ഇതിങ്ങനെ ആയിക്കോളും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പരിപാടി തീർത്തുണ്ട്. എന്താ ഞാനിവിടുത്തെ ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ടാണ് ടൈസ് അബദ്ധം പറ്റിയ. ആ ഡേറ്റ് കളഞ്ഞ് സോൾസാൻഡ് വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയായി. ഇനി കെൽപ്പിൻ്റെ ആവശ്യമില്ല, കെൽപ്പും തീർന്നു. അതിന് ശേഷം ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ താഴത്തെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയി. നമുക്ക് ഒരു ബ്ലോക്കും കൂടെ ഹൈറ്റിൽ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ആ പരിപാടിയും കഴിഞ്ഞു. ശേഷം നമ്മൾ നമ്മുടെ ലീഫ് എടുക്കുക. ലീഫ് എടുത്തിട്ട്
ലീഫ് ഇതിൻ്റെ പൊക്കത്ത് പ്ലേസ് ചെയ്യണം ഗൈസ്. ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇതിൻ്റെ പൊക്കത്ത് ലീഫ് പ്ലേസ് ചെയ്യാം. ഇങ്ങനെ മൂബൊന്നും സ്പോണാവാത്ത ലീഫ് പ്ലേസ് ചെയ്യുന്നതിൻ്റെ കാരണം മൂബ് സ്പോണാവാതിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ താഴത്തെ ഫുൾ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് മേലെയാണ്. നമ്മുടെ പരിപാടി മൊത്തം ഇനി ഇവിടെയാണുള്ളത്. ഇവന്മാരെ കൊണ്ട് എല്ലാം ഇങ്ങനെ ഒന്ന് ഓടിച്ചു വിടട്ടെ ഗൈസ്. ഇവന്മാരെ നമുക്ക് പിന്നെ പോയി കൊല്ലും. ഇവന്മാർ താഴെ ചെന്ന് താഴെ ചെന്ന് ചാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ചെന്ന് കൊല്ലേണ്ട ആവശ്യം വരുന്നില്ല ഗൈസ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡേറ്റ് എടുക്കണം ഗൈസ്. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ് കൊണ്ട് കളഞ്ഞത് ഡേറ്റാണ് നമുക്ക് ഇനി വേണ്ടത്. ഡേറ്റ് എടുക്കുക. ഡേറ്റ് എടുത്ത് ഒരു ബ്ലോക്ക് വിട്ടിട്ട് നമുക്ക് ഡേറ്റ് മൊത്തം പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒരു ബ്ലോക്ക് വിട്ട് നമ്മൾ ഡേറ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഡേറ്റ് ഫുള്ള് അങ്ങനെ ഡേറ്റ് പ്ലേസ് ചെയ്യാം. ഇവിടം വരെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇത് താൽക്കാലികമായിട്ട് പ്ലേസ് ചെയ്യുന്നതും കൂടെയാണ് ഈ ഡേറ്റ്. ഓക്കെ, ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഡേറ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം തുറച്ചൊക്കെ പോകണം. ഡേറ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ 2 ബ്ലോക്സുകളൊന്ന് പൊട്ടിച്ചളയാം. ഓക്കെ, ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ വെള്ളം അങ്ങോട്ട് 2 സ്ഥലത്തേക്കും പോകും ഗൈസ്. അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പിസ്റ്റൺ എടുക്കുക. പിസ്റ്റൺ ഓക്കെ, നമ്മുടെ പിസ്റ്റൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിസ്റ്റണും എടുക്കുക. അതേപോലെ നമ്മുടെ ഒബ്സർവറും എടുക്കുക. അതിന് പിസ്റ്റൺ നമ്മൾ ദാണ്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം അടുത്ത പിസ്റ്റൺ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുക. അടുത്ത പിസ്റ്റൺ ഓക്കെ ഇവിടെ പ്ലേസ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഓരോ പിസ്റ്റൺ വെച്ച് പ്ലേസ് ചെയ്യണം. ഒരു പിസ്റ്റൺ ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ പ്ലേസ് ചെയ്യാം. ഒരു പിസ്റ്റൺ ഇവിടെ പ്ലേസ് ചെയ്യുക. ഒരു പിസ്റ്റൺ ഇവിടെയും പ്ലേസ് ചെയ്യുക. ഓക്കെ, 4 പിസ്റ്റൺ നമ്മളങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. യെസ്, 4 പിസ്റ്റൺ പ്ലേസ് ചെയ്ത് അതിന് ഒബ്സർവർ എടുക്കുക. ഒബ്സർവർ എടുത്ത് ഒരു ഒബ്സർവർ കണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മളിവിടെ ഇറങ്ങി നിന്നിട്ട് ഗൈസ് ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം അതിനെ നോക്കി ഒരു പിസ്റ്റൺ പ്ലേസ് ചെയ്യുക. ഓക്കെ, അല്ല ഒബ്സർവർ പ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഏതാണ്ട് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. അതിനകത്ത് ഒബ്സർവർ പ്ലേസ് ചെയ്യുക. അതേപോലെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുക. ഇവിടെയും ഒരു ലീഫ് വെക്കുക. എന്നിട്ട് താഴോട്ടിറങ്ങി നിന്ന് ഒബ്സർവർ എടുത്ത് പ്ലേസ് ചെയ്യുക. ഇതും കട്ട് ചെയ്ത് കളയാം. മാറിപ്പോടാം. ഇവന്മാരെ ഒന്ന് ഓടിച്ചുവിടാം. ഇതാണ് വിഷയം. ഇതിനകത്തുള്ള ആളുള്ളൊരു വിഷയം. ഇഷ്ടംമാതിരി എണ്ണം സ്പോൺ ആട്ടോ. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് ആ ഫൈനൽ ഈ വാട്ടർ ഒഴിച്ചാൽ മതി കേട്ടോ. തുടക്കത്തിൽ ഈ വാട്ടർ ഒഴിക്കണ്ട. തുടക്കത്തിൽ ഈ വാട്ടർ ഒഴിക്കുന്നതാണ് ഇവന്മാർ ഈ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം.
ഓക്കെ, അപ്പോൾ തുടക്കത്തെ വാട്ടർ ഒഴിക്കാണ്ട് ഇരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ലീഫ് ഇവിടെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഒബ്സർവർ എടുക്കുക, ഒബ്സർവർ ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ആ ലീഫും പൊട്ടിച്ചളയാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ റെസ്റ്റോണാണ് നമുക്ക് ഇനി വേണ്ടത്. റെസ്റ്റോൺ ടോർച്ച് എടുക്കുക. റെസ്റ്റോൺ ടോർച്ച് എടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം ടൈസ്. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ട ഇങ്ങനെ വർക്കായി കണ്ട് ഇവന്മാരെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കും. ഇതിനകത്തേക്ക് വരുന്നവന്മാരെല്ലാം ഇതേപോലെ നീക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലിവർ എടുക്കുക. ലിവർ വെച്ചിട്ട് ഇവരെ ഇവിടെ വെക്കുക, ഓഫ് ചെയ്യുക. ഓക്കെ, ഓഫായി. ഞാൻ ആദ്യം വിചാരിച്ച് ഓഫായില്ല, പണി കിട്ടി എന്ന് ഞാൻ കരുതി. ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം നൈസ്. ഓക്കെ, നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. ഇവിടുത്തെ ഡേറ്റ് കളഞ്ഞു ടീസ്. ഇവിടുത്തെ ഡേറ്റ് കളഞ്ഞ് നമ്മളിവിടെ മൊത്തം ലീഫ് വെച്ചു, അത്ര ചെയ്തുള്ളൂ. അതിന് ശേഷം നമ്മൾ താഴോട്ട് പോയിട്ട് ഇവിടെ ചെസ്റ്റ് വെച്ച് ഹോപ്പേഴ്സ് വെച്ചു, 3 ഹോപ്പേഴ്സ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഹോപ്പറിൻ്റെ പൊക്കത്ത് ഒരു റെയിൽ പ്ലേസ് ചെയ്ത് അതിൻ്റെ പൊക്കത്ത് ഹോപ്പർ വിത്ത് മൈൻകാർട്ട് പ്ലേസ് ചെയ്ത് ആ റെയിൽ പൊട്ടിച്ചളഞ്ഞു. അതിനുശേഷം ഈ ബ്ലോക്കിൽ നിന്നാണ് ഏതെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലോക്കാണ് നമ്മൾ മൈൻഡിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബ്ലോക്ക് നമ്മളെ മൈൻഡിൽ വെച്ചിട്ട് ആ ബ്ലോക്കിനാണ് ഹോപ്പർ വിത്ത് മൈൻകാർട്ട് കൊടുത്തേക്കുന്നത്. ഈ പിസ്റ്റൺ ഇവരെ കില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ലൂട്ട് ഇങ്ങനെ എന്താ പറയുക ഉന്തി ഇങ്ങോട്ടേക്ക് ഈ ബ്ലോക്കിലേക്ക് കൊണ്ടുവന്നോളൂ. അപ്പോൾ ഈ ബ്ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബ്ലോക്കിൻ്റെ അടിയിൽ നമ്മുടെ ഓപ്പർ വിത്ത് മൈൻകാർട്ട് ഉള്ളതുകൊണ്ട് തന്നെ താഴോട്ട് വലിച്ചെടുത്ത് അത് നേരെ ചെസ്റ്റിലേക്ക് വന്നോളൂ. ഇത്രയേ ഉള്ളൂ കാര്യം, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഹോപ്പറും മൈൻകാർട്ടും സെറ്റ് ചെയ്ത്, ചെസ്റ്റും മൈൻകാർട്ടും സെറ്റ് ചെയ്ത് വെച്ചു. മൈൻകാർട്ട് വിത്ത് ഹോപ്പറും സെറ്റ് ചെയ്ത് വെച്ചെന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഗ്ലാസ് ഇവിടെ മൊത്തം നമ്മൾ പ്ലേസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യാം മൊത്തം. ഒരു ബ്ലോക്കും കൂടെ ഹൈറ്റിൽ പ്ലേസ് ചെയ്യുക വീണ്ടും. അതിനുശേഷം നമ്മൾ ഇവിടെയായിട്ട് നമ്മളൊരു ടെമ്പററി ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇവനെടുക്കുക. ഇതിനടുത്ത് ഈ ടെമ്പററി ബ്ലോക്കിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ലീഫ് കളയുക. നമ്മുടെ അടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ ഗൈസ്. ലവ ബക്കറ്റ് വേണം, വാട്ടർ. ഓക്കെ, ഇത്രയും പ്ലേസ് ചെയ്തതിന് ശേഷം ഇവൻ തെറിച്ച് ഇവിടം വരുത്തിയൂടെ. നോക്കിയിരിക്കട്ടെ, ഇവിടെ തെറിച്ച് പുറത്തൊക്കെ എത്തുന്നു ഓരോരുത്തർ. നമ്മൾ ഇതാണ്ട് ഇവനെ തുറന്നു വെക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ പൊട്ടിച്ചളഞ്ഞു ഗൈസ്. നമ്മുടെ ലീഫ് ഒന്നും കൂടെ എടുക്കുക. അതിന് ലീഫ് ഇവിടെ പ്ലേസ് ചെയ്ത് തുറന്നു വെച്ച് ഈ വില്ലേജസിനെ കാണുന്ന വില്ലേജസിനെ അപ്പം തന്നെ കൊന്നോട്ടെ ഗൈസ്, അല്ലെങ്കിൽ ചത്തിരിക്കും ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടർ ബക്കറ്റ് എടുക്കുക. വാട്ടർ ബക്കറ്റ് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുക, ഇവിടെയും പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെയും പ്ലേസ് ചെയ്യുക.
ഇതൊക്കെ ആ 4 ബ്ലോക്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ദാണ്ട് ഒലിച്ച് അങ്ങനെ വന്ന് ദാണ്ട് അവിടെ വന്ന് നിന്നോളൂ. അതിന് വേണ്ടിയാണ്. അതിന് ശേഷം നമ്മുടെ ഗ്ലാസ് എടുക്കുക. ശേഷം നമ്മുടെ ഗ്ലാസ് മൊത്തത്തിൽ പ്ലേസ് ചെയ്യുക കേട്ടോ. ഗ്ലാസ് കണ്ട ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ തരം വില്ലേജസ് നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇനി നമ്മളെ വില്ലേജസ് അറ്റാക്കും ചെയ്യില്ല. ഇനി അമ്മമാരവിടെ ഉള്ളിൽ കിടന്നെന്ന് വെച്ച് നമുക്കൊന്നും പറ്റാനും പോണില്ല. ഓക്കെ, ഇത്രയും ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ലീഫ് എടുത്ത് ഇതിൻ്റെ പൊക്കത്തും ലീഫ് മൊത്തം ബെഡല്ല ലീഫാണ്. ലീഫ് കണ്ട മൊത്തം ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കുക. റൈഡർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് വലിച്ചങ്ങ് അവിടെ വിടുക. ഓക്കെ, നമ്മൾ വിട്ടിട്ടുണ്ട്. ഒരെണ്ണം വിട്ടാൽ ഇതറിയാതെ വിട്ടു പോയതാണ്. അതിനകത്ത് കറക്റ്റ് വിടുക. അതിന് ശേഷം നമ്മുടെ ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്ത് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇതാണ്ടോ വില്ലേജസിനെ കൊല്ലുന്നുണ്ടോ. ഈ ട്രേഡറിൻ്റെ പൊട്ടുന്ന വരെ വില്ലേജസിനെ ഇതുങ്ങൾ കൊന്നുകൊണ്ടിരുന്നോളൂ. നമ്മൾ ഇനി ആ കാര്യം നോക്കണ്ട. അതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതുങ്ങളുടെ മോബുകളൊക്കെ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. റെയ്ഡിനും കൂടെ നമുക്ക് റെയ്ഡ് പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ റെയ്ഡ് പോർഷൻ കുടിച്ചിട്ട് നമുക്ക് റെയ്ഡ് വിളിക്കാമല്ലോ. അപ്പോൾ ആ റെയ്ഡ് വിളിക്കുമ്പോൾ അവർക്ക് സ്പോൺ ആവാനും കൂടെ ഒരു ഏരിയ വേണമല്ലോ. അപ്പോൾ അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതങ്ങ് പൊട്ടിച്ചളയാട്ടെ. ഇവിടെ അങ്ങ് നമ്മൾ പൊട്ടിച്ചെടുത്ത് മാറ്റുകയാണ്. ഈ ഗ്ലാസ്സും നമ്മൾ പൊട്ടിച്ചളയാണ്. ഓക്കെ, എന്നിട്ട് ഇത്രയും ചെയ്ത് നമ്മളിത് നമ്മളൊരു 10 ബ്ലോക്ക് ഹൈറ്റിൽ നമ്മൾ ഇനി സെറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ പ്ലേസ് ചെയ്യാം കേട്ടോ. 1 2 3 4 5. ഓക്കെ, 5 ബ്ലോക്ക് ഇതാണ്ട് നമ്മൾ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം 1 2 3 4 5. ഓക്കെ, 5 × 5 ആട്ടോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും സെറ്റ് ചെയ്ത് നമ്മളതും ഫുള്ളൊന്ന് ഫുള്ളങ്ങ് സെറ്റ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ റെയ്ഡ് വിളിക്കുമ്പോൾ റെയ്ഡ് ഇവിടെയായിരിക്കും വില്ലേജസ് സ്പോണായി വരാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. അതിനകത്ത് ഗ്ലാസ് വെക്കുക, പൊട്ടിക്കുക. ഓക്കെ, ഇത് ഗ്ലാസ് നമ്മൾ ഫുള്ള് ചുറ്റോട് വെക്കാൻ പോകണമെങ്കിൽ 7 ബ്ലോക്ക് ഒക്കെ വരണം കേട്ടോ. 1 2 3 4 5 6 7. ഓക്കെ, 7 ബ്ലോക്ക് ഹൈറ്റിൽ ഇനി ഇത് മൊത്തം നമ്മളൊന്ന് ക്ലോസ് ചെയ്യണം ഗൈസ്. ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുറ്റും ബ്ലോക്ക് ആക്കുക. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ 4 ബ്ലോക്ക് എടുത്ത് മാറ്റുക. 4 ബ്ലോക്ക് മതിയിട്ട് 4 ബ്ലോക്ക് എടുത്ത് മാറ്റുക. ശേഷം നമ്മൾ അതിൻ്റെ ഇവിടെയും കൂടെ നമ്മളങ്ങ് അടയ്ക്കാം. 4 ബ്ലോക്ക് ഹൈറ്റിൽ നമ്മുടെ ഇവിടെയും കൂടെ അങ്ങ് അടച്ചേക്കാം. ഓക്കെ, ബാക്കോട്ട് ആവാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലീഫ് എടുക്കുക. തീർത്ത് പോകുന്ന കേട്ടോ. എന്തുകൊണ്ടും നല്ലത് അതാണ് ഞാൻ തീർത്ത് പോകുന്ന. ലീഫൊക്കെ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ലീഫൊക്കെ വെച്ചാൽ മതി. ഇപ്പോഴേ ലീഫ് വെച്ചാൽ നമ്മളെ മറക്കില്ല ടൈസ്. അതിന് വേണ്ടിയാണ് ലീഫ് ഇവിടെ പ്ലേസ് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയും സ്പോൺ ആവില്ല ഒരു കാരണം വെച്ചാൽ ഒന്നും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് ആപ്പാടെ ഇതിൻ്റെ ഉള്ളിലുള്ള പണിയും കൂടെ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടെ ഒരു ഇച്ചിരി കൂടെ പരിപാടി ഉണ്ട് ടൈസ്. ഓക്കെ ഗൈസ്, അതിന് ശേഷം നമ്മൾ സൈനിങ് ബോട്ട് എടുക്കുക. ഒരെണ്ണം ഇവിടെയും പ്ലേസ് ചെയ്യുക, ഒരെണ്ണം ഇവിടെയും പ്ലേസ് ചെയ്യുക, അതേപോലെ ഒരെണ്ണം ഇവിടെയും പ്ലേസ് ചെയ്യുക, ഇവിടെയും പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇതിനോട് ചേർത്ത് ഷിഫ്റ്റ് നോക്കി ഇവിടെ ഒരെണ്ണം പ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് വന്ന് ഷിഫ്റ്റ് നോക്കി ഇവിടെയും കൂടെ ഒരെണ്ണം പ്ലേസ് ചെയ്യുക. വീണ്ടും ഒരെണ്ണം കൂടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ആ പരിപാടിയും നമ്മളങ്ങനെ തീർത്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലാവ ബക്കറ്റ്
ലാവ ബക്കറ്റ് എടുക്കുക. അതിന് ശേഷം ലാവ ഏതാണ്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇതാണ്ട് ഇങ്ങനെ നിൽക്കണം ഗൈസ് ലാവ. അതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് എടുക്കുക. 2 ഗ്ലാസ് എടുത്ത് ആ ലാവേൻ്റെ പൊക്കത്തായിട്ട് 2 ഗ്ലാസ് പ്ലേസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങുക. അതിന് ശേഷം നമ്മുടെ സൈൻ ബോർഡ് എടുക്കുക. സൈൻ ബോർഡ് ഇവിടെയും പ്ലേസ് ചെയ്യുക. അതുപോലെ ഇവിടെയല്ല കേട്ടോ, സോറി ഗൈസ്, ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെയും പ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും പ്ലേസ് ചെയ്യുക. ഇവിടെയല്ല, ഇവിടെ. ഓക്കെ, പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ വാട്ടർ എടുക്കുക. ഒരു ബക്കറ്റ് വാട്ടർ ഇവിടെയും പ്ലേസ് ചെയ്യുക. ഒരു ബക്കറ്റ് വാട്ടർ ഇവിടെയും പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല ഒലിച്ചിങ്ങനെ അങ്ങ് പൊക്കോളും ഗൈസ്. പോണം. ഓ ഷിറ്റ്. ഇവിടെയും പ്ലേസ് ചെയ്യുക. അതേപോലെ ഒരു സൈൻ ബോർഡ് എടുത്ത് ഇവിടെയും പ്ലേസ് ചെയ്യാം കേട്ടോ. ഇപ്പോഴാണ് ശരിയായ. ഓക്കെ, ഇവിടെ അല്ലായിരുന്നു, ഇവിടെ ആട്ടോ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, തീറുക. നമ്മുടെ ലീഫ് എടുക്കുക. ലീഫ് എടുത്ത് ഇതാണ്ട് ഇവിടെ മൊത്തം പ്ലേസ് ചെയ്യാം. ഒന്നും സ്പോണാതിരിക്കാനാണ് ഇവിടെയും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ലീഫ്. ഓക്കെ, അതും നമ്മൾ തീർത്തു. ബ്ലോക്ക് പ്ലേസ് ചെയ്യണം ഗൈസ്. ഇവിടെ ഒരു 2 ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. ശേഷം നമ്മുടെ ബെഡ് എടുക്കുക, പ്ലേസ് ചെയ്യുക. ശേഷം നമ്മൾ ചിങ്ങ താഴോട്ട് പോയി ബെഡ് ഇത് പൊട്ടിക്കുക. അതിന് ലീഫ് എടുക്കുക. ലീഫ് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെയും പ്ലേസ് ചെയ്യുക. ശേഷം ഇവിടെയും പ്ലേസ് ചെയ്യുക. നമ്മൾ ഇച്ചിരി മേലോട്ട് പോയി ഇവിടെയും പ്ലേസ് ചെയ്യുക. ഇവിടെയും പ്ലേസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ലീഫ് എടുത്ത് ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാണ്ട് ഇതും എടുത്ത് ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീഫിൻ്റെ പരിപാടി അങ്ങനെ ഇപ്പോൾ വീണതിനെ താഴോട്ട് അങ്ങനെ നമ്മുടെ ലീഫിൻ്റെ പരിപാടി നമ്മൾ ഫുള്ളും അങ്ങ് തീർത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ലീഫിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇവിടെയാണ് വില്ലേജസിനെ കൊണ്ടുവരേണ്ടത്. ആ വില്ലേജസിന് എന്തെങ്കിലും ഇന്ന ജോബ് കഴിഞ്ഞാൽ കൊടുക്കണം എന്നില്ല കേട്ടോ. ഏത് ജോബ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ആ ജോബ് എടുത്ത് നമ്മൾ നമ്മുടെ ഇവിടെയല്ല, ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെയായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഇവിടെയാണ് വില്ലേജർ ഉണ്ടാവുക. അങ്ങനത്തെ സെറ്റപ്പ്. ശേഷം നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴോട്ട് പോകാം കേട്ടോ. ഇതാണ്ട് ഇവിടെയായിട്ട് നമ്മൾ വില്ലേജറിനെ കൊണ്ടുവരണം. ബോട്ടിലാക്കി എവിടെന്നെങ്കിലുമൊക്കെ ഒരു വില്ലേജറിനെ കൊണ്ടുവരിക. ഈ നിങ്ങളുടെ സ്ഥലത്തുനിന്ന് നിങ്ങളുടെ ഏരിയയിൽ നിന്ന് ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും വില്ലേജറിനെ കൊണ്ടുവന്ന് ബോട്ടിലിരുത്തി ഇവിടെ വെച്ചാൽ മതി. അതിനുശേഷം എടുത്തതിന് ശേഷം നമ്മൾ കണ്ട മേലോട്ട് പോകും ഗൈസ്. അപ്പോൾ അവനെ നമ്മൾ പിക്കപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. അവൻ അവിടെ ഇരുന്നോളും ഗൈസ്, സുഖമായിട്ട് അവനിരുന്നു. ഇതെന്താ നടക്കുന്നേ എന്നുള്ള രീതിയിൽ അവൻ നോക്കിക്കൊണ്ടിരുന്നോളും. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ ബെഡ് പൊട്ടിച്ചവൻ അപ്പം തന്നെ വന്ന് കിടക്കേണ്ടതാണ്. യെസ്, കിടന്നു. അതിനുശേഷം ഇവൻ ആ ജോബ് എടുത്തോളൂ ഗൈസ്. നമ്മളിനി ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ഇനി ഈ ഡേറ്റ് പൊട്ടിച്ചളയാം. ആ ഡേറ്റ് മൊത്തം നമ്മൾ പൊട്ടിച്ചളയാൻ. അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ പക്കത്തും കൂടെ 2 ലീഫ് പ്ലേസ് ചെയ്യുക. അവൻ ജോബ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലീഫ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നേരെ സെൻറ്ററിൽ വന്ന് വീണിട്ട് ഈ ഡേറ്റ് മൊത്തം എടുത്ത് കളയാം. തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ റെയ്ഡ് ഇങ്ങനെ വിളിച്ചു കൂട്ടി കേട്ടോ. ഒരുപാട് റെയ്ഡിങ് സെറ്റായി വരുന്നുണ്ട്. അടുത്ത് ഞാൻ ഇപ്പോൾ വിളിച്ച റെയ്ഡ് ഏകദേശം തീർന്ന മട്ടുണ്ട്. ഓക്കെ, അടുത്ത റെയ്ഡ് വീണ്ടും സ്റ്റാർട്ടായി. റെയ്ഡിൽ റെയ്ഡ് ഇങ്ങനെ തീർന്ന് സെറ്റായിക്കോളും ഗൈസ്.
അപ്പോൾ എന്താണെങ്കിലും റെയ്ഡ് ഫാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് ഏത് ഫാമാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ.